മണാലിയിലെ വസിഷ്ഠ ടെമ്പിളും ഹോട്ട് സ്പ്രിങ്ങിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത്. ബിയാസിൻ്റെ തീരത്ത് വസിഷ്ഠ ഗ്രാമത്തിലാണ് വസിഷ്ഠ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. 3 ക്ഷേത്രങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ളത്. അതുകൂടാതെ ഹോട്ട് സ്പ്രിങ്ങും. ഇവിടുത്തെ സുപ്രധാന ഒരു കാഴ്ചയാണ് ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത സ്ഥലങ്ങളിലായി അത് ക്രമീകരിച്ചിരിക്കുന്നു. പുരുഷന്മാർക്കുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ ഇടവഴിയിലൂടെ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാം. പക്ഷേ നമ്മളിവിടേക്ക് എത്താനുണ്ടായ ഒരു കാരണം പറയാം. ഈ ഹോട്ട് സ്പ്രിങ് ഇന്ത്യയിൽ ഉടനീളം പലയിടങ്ങളിലായിട്ട് ഉള്ളൊരു പ്രതിഭാസമാണ്. അത് ഭൂമിക്കടിയിലെ തെർമൽ റിയാക്ഷൻ കാരണമാണ്. അതിൻ്റെ സുപ്രധാന കാരണമാണ് ഈ തെർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനറൽസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഈ വെള്ളത്തിൽ. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഈ ഹോട്ട് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. അത് വിശ്വസിക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഔചിത്യബോധത്തിനനുസരിച്ച് വിട്ടു നൽകിയിരിക്കുന്നു. ഹോട്ട് സ്പ്രിങ് ഒരു ക്ഷേത്രത്തിനകത്തായതാണ് അവിശ്വാസത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുന്നു. ഹോട്ട് സ്പ്രിങ് ഇന്ത്യയിലുടനീളം പലയിടങ്ങളിലുമുണ്ട്. അത് ഗുരുദ്വാരകളിലും പള്ളികളിലും ഒക്കെ ഉണ്ട്. അത് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നിങ്ങളെടുക്കുക. പക്ഷേ ഹോട്ട് സ്പ്രിങ് നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ. ഒരിക്കലെങ്കിലും നിങ്ങളത് ആസ്വദിച്ചിരിക്കണം. നിങ്ങൾ അവിടേക്ക് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ ചെരുപ്പ് പുറത്ത് അയച്ചു വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് അവർ കൃത്യമായി ഒരു തട്ടുകളിലായിട്ട് മാറ്റിവെക്കും. അത് ഏറ്റവും നല്ലൊരു മാതൃകയായി തോന്നി. കാരണം ഈ ചെരുപ്പ് എടുത്തു വയ്ക്കുന്നത് ഒരു വ്യവസായമായി മാറ്റിയ പല കേന്ദ്രങ്ങളെയും നമുക്കറിയാവുന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കതുപോലുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാവും. പക്ഷെ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് പോലും നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കും. പക്ഷേ ഇവിടെ അത് വളരെ വൃത്തിയായി കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ വീഡിയോ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ 2 തവണയായിട്ട് പരാജയപ്പെട്ടു. അതിന് കാരണങ്ങളുണ്ട്. അവിടെ കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള ആളുകൾ അർദ്ധനഗ്നരും പൂർണ്ണനഗ്നരുമായി കുളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ളത് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പക്ഷേ അവിടെ 2 പ്രാവശ്യം പോയി കൈകാലുകളെല്ലാം കഴുകി ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അകത്ത് കുറച്ച് നേരം കാലുകൾ വെച്ച് ഇരുന്നു. കൊല്ലത്തിലെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിയാതെ നമുക്ക് ഹോട്ട് സ്പ്രിങ് അവിടെ അനുഭവിക്കാവുന്നതാണ്. തണുപ്പ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. പക്ഷേ സൂര്യൻ ഉദിച്ച് നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഇവിടെ കടന്നു വന്നത് ബൈക്കിലാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതാണെങ്കിൽ ബൈക്കാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ റൂട്ടിൽ നിന്നും മറ്റൊരു റൂട്ടിലേക്ക് കയറി കുറച്ച് ദൂരം വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഒരു ബൈക്ക് എടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കൂട്ടമായിട്ട് വരികയാണെങ്കിൽ ടാക്സി പിടിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നിങ്ങൾ ബസ്സിൽ വരാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് എന്ന് ഓർമ്മിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹോട്ട് സ്പ്രിങ് അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഇവിടെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അവർ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് അനുഭവിക്കേണ്ട ആളുകൾ തീർച്ചയായിട്ടും വസിഷ്ഠ ടെമ്പിൾ ഒരു തവണ സന്ദർശിക്കുക. ഇതൊരു മത കേന്ദ്രമായി മാത്രമല്ല, എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെ വരുന്നതായിട്ട് കണ്ടു. അതുപോലെയാണ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാം എല്ലാ മതത്തിലുള്ള ആളുകൾക്ക് പ്രവേശനമുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതൊരു നല്ല സിമ്പിളാണ് എന്ന് തോന്നുന്നു. മരം കൊണ്ടാണ് അമ്പലത്തിൻ്റെ ജോലികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഭാഗങ്ങളെല്ലാം അത് മരം കൊണ്ട് കവർ ചെയ്തതാണോ എന്നറിയില്ല. എന്നിരുന്നാലും അതിൻ്റെ വിവിധ തരത്തിലുള്ള ഡിസൈനുകളിൽ അത് മരം കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വസിഷ്ഠ മണാലിയിലെ ചെറിയ ഗ്രാമങ്ങളിൽ ഒന്നാണ്. 4000 വർഷം പഴക്കമുള്ളതാണ്. ഈ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഇതിന് ചുറ്റുമുള്ള ആളുകളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഹോട്ട് സ്പ്രിങ് അനുഭവിക്കാനും ഈ ക്ഷേത്രമൊന്ന് കാണാനും ഹോട്ട് സ്പ്രിങ്ങിലെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെയാണ് ഇവിടുത്തെ ആളുകൾ വളരെ കൂടുതലായി ഇവിടേക്ക് എത്തുന്നത്. ഹോട്ട് സ്പ്രിങ്ങിലെ കുളി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അനുഭവിക്കാവുന്ന ഒന്നാണ്. ചർമ്മരോഗത്തിനൊക്കെ വളരെ മികച്ച ഒരു റെമഡിയാണ് ഈ
ഹോട്ട് സ്പ്രിങ്ങിലെ കുളിയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ വളരെ കുറഞ്ഞ നേരം കൊണ്ട് അവിടെ നിന്ന് കുളിച്ച് കയറി തണുപ്പിൽ നിന്നും പെട്ടെന്ന് ചൂടിലേക്കുള്ളൊരു മാറ്റം അതിമനോഹരമായ ഒരു നിമിഷമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതിന് തൊട്ടു പിറകിലായിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യത്തിന് വേണ്ട ഭക്ഷണങ്ങളും സോനീസും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അവിടെ റൂംസുകളും അവൈലബിളാണ്. പക്ഷേ ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നത് വളരെ കുറവാണ്. തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന മണാലി പട്ടണത്തിൽ ആളുകൾ താമസിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരവസ്ഥ ഈ ഒരു ചെറിയ ഗ്രാമത്തിന് വന്നത് എന്ന് തോന്നുന്നു. എന്നിരുന്നാലും ചില ആളുകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മൾ സൊളാം വാലിയിലേക്കും ജോഗ്നി വാട്ടർഫാൾസിലേക്കുമെല്ലാം നമ്മൾ കടന്നു പോകുന്ന പ്രധാന പാതയിലെ വലത്തുവശത്ത് കാണുന്ന ഒരു മലനിരയിലാണ് ഈ വസിഷ്ഠ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ട്രെക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. വരണ്ട് കിടക്കുന്ന ഒരു ബിയാസ് നദി നമുക്ക് കാണാം. വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ഈ സമയത്ത് അതിലൂടെ കടന്നു പോകുന്നുള്ളൂ. പക്ഷേ മഴക്കാലത്ത് ഇവൻ്റെ രൂപം വളരെ വിചിത്രമായി മാറാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്.